വിലയെക്കുറിച്ച് അങ്ങനെ സെറ്റായിട്ടില്ല എന്നാണ് എടുത്തത്. അപ്പോൾ പേരും അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബൈക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ നമ്മൾ പോയ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് ബൈക്ക് എന്നൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് പോയി കണ്ടിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബൈക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പറയാം കേട്ടോ. വണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് വിലയെക്കുറിച്ച് അങ്ങനെ സെറ്റായിട്ടില്ല. അപ്പോൾ വില ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സെറ്റാക്കും. അപ്പം വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഓടിച്ചൊക്കെ നോക്കി നമ്മൾ വർക്ക്ഷോപ്പുകാരനൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഓടിച്ച് നോക്കി കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. കിടക്കുന്നത് അപ്പം ഇതാണ് കട, ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറേ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പാർക്ക് ആൻഡ് സെയിലാണ് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ വണ്ടി. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബൈക്ക് ഉണ്ടല്ലോ, അപ്പം അതാണ് ബൈക്ക്. അപ്പം നമ്മുടെ വീട്ടിൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം കണ്ടാൽ അറിയാം എന്തല്ലേ, ഇപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബൈക്ക്. അപ്പം നമ്മൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം, അങ്ങനെ ഭയങ്കരമായിട്ടും റഫ് യൂസ് ചെയ്ത പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയാലും വണ്ടി നല്ലപോലെ നോക്കിയിട്ടാണ് എടുത്തത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ വർക്ക്ഷോപ്പുകാരെ എല്ലാം കൊണ്ട് കാണിച്ചു എന്നിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അങ്ങനെ വലിയ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ലൊരു വണ്ടി തന്നെ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു വണ്ടി തന്നെ കിട്ടി. ഇതാണ് കേട്ടോ, HF ഡുലക്സ് എന്ന് പറയുന്ന വണ്ടിയാണ്, ഡുലക്സ് ആണ്. അപ്പോൾ ഇത് പാഷൻ പ്രോയുടെ അതേ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ബാക്കിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തനി പാഷൻ പ്രോ തന്നെയാണെന്നേ പറയത്തുള്ളൂ. ഫ്രണ്ട് മാത്രമേ ഇച്ചിരി വ്യത്യാസമുള്ളൂ. ഫ്രണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതുണ്ട്, ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുണ്ട്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പാഷൻ പ്രോ എന്നേ പറയത്തുള്ളൂ. പിന്നെ വണ്ടിയുടെ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 8439. നമ്മുടെ നീലമാരുതി, നമ്മുടെ ഇതിലുള്ള പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നീലമാരുതിയുടെ നമ്പറാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല രാശിയുള്ളൊരു നമ്പറാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ബൈക്ക് നമുക്ക് കുറേ തപ്പിയിട്ടാണ് കിട്ടിയത് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒടിവുള്ള ബൈക്ക് വേണമായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് 8 എടുക്കാനായിട്ട് ഒടിവുള്ള ബൈക്ക് തന്നെ വേണമായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും കാഞ്ഞിരപ്പള്ളിയിലെല്ലാം നമ്മുടെ ആർടി ഓഫീസിലെല്ലാം ഈ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്നത് ഈ ഒരു ഡുലക്സ് എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് 2017 മോഡലും 18 രജിസ്ട്രേഷനും ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേസ് നമ്പറും എല്ലാം നോക്കിയാണ് നമ്മൾ എടുത്തത്. നമ്മൾ വർക്ക്ഷോപ്പുകാരനകത്ത് കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാനായിട്ട് പറ്റി കേട്ടോ. പുള്ളി ഓടിച്ചൊക്കെ നോക്കി ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഈ ബൈക്ക് 28,311 കിലോമീറ്റർ ഈ ബൈക്ക് ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ ഈ ബൈക്ക് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ലോ കിലോമീറ്റർ ഓടിയിരുന്നതാണ്. നമ്മളിതിൻ്റെ പേര് നമ്മളിപ്പോൾ എടുത്തിട്ട് ഇപ്പം ഒരു ദിവസമായിട്ടോ, നമുക്ക് കഴിഞ്ഞ ദിവസം എടുക്കാനായിട്ട് പറ്റിയില്ല. രാത്രി ആയാലും നമ്മളിപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മളിത് എടുത്തപ്പോഴത്തേക്കും 28,000 കിലോമീറ്റർ ആയിരുന്നു. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഓടിച്ച് ഇവിടെ ഒക്കെ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. ടയർ ഭാഗം നോക്കാനായിട്ടാണല്ലോ, ഫ്രണ്ട് ടയർ ഏകദേശം ഒരു ആവറേജൊക്കെ ടയർ വലിയ കുഴപ്പമില്ലാതെയുണ്ട്. പുറക് ടയർ പുത്തൻ ടയറാണ് കേട്ടോ. ഇതിനുള്ളിൽ പുത്തൻ ടയറാണ് ബാക്കി കിടക്കുന്നത്. നല്ല സൂപ്പർ ടയറാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ അങ്ങനെ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പിയും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബിൽഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് ചവിട്ടാനായിട്ടുള്ള സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ തുരുമ്പ് നമ്മൾ മെയിൻലി നോക്കിയത് തുരുമ്പും, പിന്നെ നമുക്ക് എഞ്ചിൻ ഭാഗം നോക്കി. നമ്മൾ കംപ്ലീറ്റ്ലി വണ്ടി നോക്കിയിട്ടാണ് എടുത്തിരുന്നത്. കാരണം നമുക്കൊരു വർക്ക്ഷോപ്പുകാരൻ, നമുക്ക് ബൈക്കിനെ കുറിച്ച് അങ്ങനെ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലൊരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളീനെ കൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ പുള്ളി ഈ വണ്ടിയെല്ലാം ഓടിച്ചെല്ലാം നോക്കി ഫുൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പുകയോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് ഓടിച്ചിരുന്നത് ഒരു കൂലിപ്പണിയുള്ള ഒരു ചേട്ടനായിരുന്നു ഈ ഒരു ബൈക്ക് ഓടിച്ചത്. അപ്പോൾ പുള്ളിക്ക് പൈസയ്ക്ക് ഇച്ചിരി ടൈറ്റ് വന്നപ്പോഴത്തേക്കും പുള്ളി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കച്ചവടക്കാരൻ്റെ തന്നെയാണ് എടുത്തത്. അപ്പോൾ പേര് മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു, സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമുക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പേര് മാറ്റണമല്ലോ. അപ്പോഴത്തേക്കും പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെ പുള്ളി കൊടുത്തത് ഇത്ര രൂപയ്ക്കാണ്, അപ്പോൾ നമ്മളെടുത്ത് ഇത്ര രൂപയ്ക്കാണ്. പുള്ളിക്ക് അങ്ങനെ നഷ്ടമൊന്നും വന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞു ഇങ്ങനെ പൈസയ്ക്ക് ടൈറ്റായി, പിന്നെ അതുകൊണ്ടൊക്കെയാണ് കൊടുത്തത്. അപ്പം പുള്ളിക്ക് വേറൊരു സ്കൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സ്കൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി ഈ ബൈക്ക് അങ്ങനെ എടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുന്നിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ് പുള്ളി കൊടുത്തത് കേട്ടോ.
പിന്നെ ഗൈസ് ഇതിന് നമ്മൾ ബാക്കി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. ഇതിന് എക്സ്ട്രാ ആയിട്ട് പുള്ളി സീറ്റ് കവർ ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റ് കവർ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഈ ഒരു ബൈക്കിനുണ്ട് കേട്ടോ. നല്ല ഏകദേശം ഒരു നല്ലൊരു ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ മാറാനായിട്ടാണല്ലോ പിടിപ്പിക്കാനായിട്ടുള്ള ഒന്നുമില്ല. കാരണം ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. പിന്നെ നമുക്ക് മാറണമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോളിഷ് ചെയ്ത് നോക്കണം. എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് അങ്ങ് മാറാം. അപ്പോൾ അത് മാത്രമേ നമുക്കുള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. മറിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി പൊന്നു പോലെ സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ് കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു ബൈക്ക് കൊടുത്തത്. പുള്ളി ഞങ്ങളോട് പറഞ്ഞു ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചിരുന്ന വണ്ടിയാണെന്നൊക്കെ. ഇത് ഹാൻഡിലിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോഴത്തേക്കും നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോൺ ഞാൻ കേൾപ്പിക്കാം. കീ ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോണ്. അപ്പം ബാറ്ററിയൊക്കെ പുത്തൻ ബാറ്ററിയാണ് കേട്ടോ. പിന്നെ സെൽഫ് ഇതിനുണ്ട്. പിന്നെ ക്ലച്ച് ഇവിടെ ഉണ്ട്. പിന്നെ 2 കാര്യങ്ങളൊക്കെ ഉണ്ട്. മിററിൻ്റെ സാധാരണയൊക്കെ മറിഞ്ഞ് വീഴുമ്പോൾ മിററിൻ്റെ ഇവിടെ ഒരേയും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിന് 4 ഗിയറാണുള്ളത്. ഇത് ബാക്കിലോട്ടാണ് ഇതിൻ്റെ ഗിയർ മൊത്തമുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാറേണ്ട ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടം ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോയിട്ടുണ്ട്. ഇത് കണ്ടില്ല, പ്ലാസ്റ്റിക് കോട്ടിങ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ബൈക്കിൻ്റെ എടുത്തിട്ട് യുദ്ധയിലേക്ക് വെച്ചാൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല. ഇത് പ്ലാസ്റ്റിക് കോട്ടിങ് വിട്ട് പോകുന്നതാണ് കേട്ടോ. അത് എല്ലാ ബൈക്കിനും അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റർ ഭാഗത്തേക്ക് നോക്കാൻ നേരം നമുക്ക് കിലോമീറ്റർ എഴുതി വെച്ചേക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇത് ന്യൂട്രലിൻ്റെ ആ ഒരു സിഗ്നൽ കാണാൻ പറ്റും. പിന്നെ സ്റ്റാൻഡ് ഇപ്പം ഇട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിഗ്നൽ ഇവിടെ കാണാൻ പറ്റും, ഹെഡ്ലൈറ്റിൻ്റെ സിഗ്നൽ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ 2 സിഗ്നൽ. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ബൈക്കിനെ കുറിച്ച് പറയാൻ അറിയത്തുള്ളൂ. കാരണം നമ്മളങ്ങനെ റിവ്യൂ കൂടുതലായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബൈക്ക് എടുത്തു. അപ്പോൾ അത് വീഡിയോ ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം നിങ്ങളവിടെ പോയി എടുക്കുന്നതെല്ലാം കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നിട്ട് നമ്മൾ ബൈക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ട് പപ്പ പോയി കണ്ട് അങ്ങനെ എന്നിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുപോയി. അപ്പം തന്നെ നമ്മൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ അപ്പം തന്നെ എടുത്തുകൊണ്ട് വരുവാണ് ചെയ്തത്. അത് ഈ പിറ്റേ ദിവസത്തേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഈ സാധാ വണ്ടി കിട്ടുന്നതിൻ്റെ ആ ഒരു വില താത്താണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയത്തുള്ളൂ പറയാനായിട്ട്. ഇനിയിപ്പം ഞാൻ ഈ ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുക. സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്. ഇത് ന്യൂട്രൽ ലൈറ്റ് ഇപ്പം ഇവിടെ കത്തിയിട്ടുണ്ട്, ഇതിനുള്ള ഓഫായിട്ടുണ്ട്. അപ്പോൾ സെൽഫ് എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ലേ. ഈ ഒരു സൗണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പുകയോ ഒന്നും ഇതിന് വന്നിട്ടില്ല കേട്ടോ. അവിടെ ഇതിൻ്റെ സൗണ്ട് ഇതുണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളുള്ളൂ ഈ ബൈക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി ഒന്ന് ചോദിക്കാം. നമുക്കത് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ബൈക്കിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വേറൊരു വീഡിയോ, ഇതിന് ബൈക്കിനെ റിവ്യൂ അല്ല, വേറൊരു വീഡിയോ ഈ ബൈക്കിനെ കുറിച്ച് ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പം അതെന്തായാലും ഉടനെ തന്നെ കാണും. അപ്പോൾ ഇനി ബൈക്കിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങളോട് പറയാം. ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് ഞാൻ അത് പറഞ്ഞിട്ടില്ല, എന്തായാലും ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.